അർത്തുങ്കൽ തുറമുഖ നിർമ്മാണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരം 50 ദിവസം പിന്നിട്ടു. പദ്ധതി ആരംഭിച്ച് 2 വർഷമായിട്ടും നിർമ്മാണം എങ്ങും എത്താത്തത് ചൂണ്ടിക്കാട്ടിയാണ് സമരം. ഇതിനിടെ തുറമുഖത്തെ പുലിമുട്ടകളുടെ നീളം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇല്ല ക്ഷമിക്കാനാകില്ല, ഇല്ല മരിക്കാൻ മനസ്സില്ല, ഇവിടെ പടയണി ചേരുന്നു, ഇവിടെ കടലുകൾ അലറുന്നു. ഈ നാട്ടിലെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താനും കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ആ സംരംഭ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് കിട്ടിയേ പറ്റൂ. ഇത് കിട്ടി ഇതിൻ്റെ അവസാനം കണ്ടിട്ട് ഈ സമരം അവസാനിപ്പിക്കുന്നുള്ളത് ഞങ്ങൾ നേരത്തെ എടുക്കുന്ന തീരുമാനമാണ്. അതായത് ഇത് വേണ്ടിയത് ഇവിടെ ഹാർബറിൻ്റെ കല്ല് കൊണ്ടുവന്ന് ഇറക്കി അതിനുള്ള കാര്യങ്ങളിലേക്ക് പോകണം. അല്ലാണ്ട് ഇനിയും കുറേ കെട്ടിടങ്ങളും കുറേ അതും ഇതും കൊണ്ടെന്ന് പറഞ്ഞാൽ അതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആവശ്യം. നിലവിൽ മത്സ്യബന്ധനത്തിനായി കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്രയമാകുന്നത് കൊച്ചി, കൊല്ലം ഹാർബറുകളാണ്. എന്നാൽ ഇത് ചിലവ് വർദ്ധിപ്പിക്കുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. അർത്തുങ്കലിൽ മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കാനുള്ള പദ്ധതിക്കാവശ്യമായ പണവും കേന്ദ്രാനുമതിയും ലഭിച്ചിട്ടും നിർമ്മാണം മന്ദഗതിയിലായതാണ് തൊഴിലാളികളുടെ പരാതിക്ക് കാരണം. അപ്പം ഞങ്ങളുടെ ഏറ്റവും അത്യാവശ്യ ആഗ്രഹവും ആവശ്യമാണിത്, ഇവിടുത്തെ ഹാർബർ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഫണ്ടുകളുമുണ്ട്. പക്ഷേ ആ ഫണ്ടുകളൊക്കെ എങ്ങോട്ട് പോകുന്നെന്നാണ് ഞങ്ങൾക്ക് അറിയില്ലാത്തത്. അപ്പം ആ ഫണ്ട് ആവശ്യമായ സാഹചര്യത്തിനും സന്ദർഭത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ ഈ ഹാർബർ ഇവിടെ വന്നേ പറ്റൂ. പരമ്പരാഗത മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ബോട്ടുകളും ഉപകരണങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ നിലവിൽ സൗകര്യങ്ങളില്ല. 2 വർഷം മുൻപ് നിർമ്മാണം തുടങ്ങിയെങ്കിലും അനുബന്ധ കെട്ടിടങ്ങളുടെ നിർമ്മാണം മാത്രമാണ് ഇതുവരെ പൂർത്തിയായത്. ഞങ്ങൾ ഫണ്ടുണ്ടായിട്ട് ഞങ്ങളുടെ ഫണ്ട് വന്നിട്ട് ഫണ്ട് എടുത്ത് വിനിയോഗിച്ചിട്ട് ചെയ്യാഞ്ഞതിൻ്റെ പേരിൽ തുടങ്ങിയ സമരം അന്ന് ഞങ്ങളുടെ സംസ്ഥാന നേതാവ് തൊടുത്തുവിട്ടൊരു മുദ്രാവാക്യമുണ്ട്. ഈ ഹാർബറിൻ്റെ പണി തുടങ്ങി ഒരു വണ്ടിക്കല്ലെങ്കിലും അടിച്ചെങ്കിലേ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുള്ളൂ. ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ എത്ര ദിവസം ഇവിടെ പട്ടിണി കിടക്കേണ്ടി വന്നാലും ഈ സമരപ്പന്തൽ പൊളിക്കുക സമരത്തിൽ പിന്മാറിയേ ഇല്ല. ഈ ഹാർബർ ഞങ്ങൾക്ക് തന്നേ തീരൂ. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് തയ്യാറാക്കിയ 150.73 കോടി രൂപയുടെ പദ്ധതി ഫിഷറീസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്ന് വായ്പയായി നൽകിയതാണ് നിർമ്മാണം നടത്തുന്നത്. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് അർത്തുങ്കൽ ഹാർബറിന്റെ നിർമ്മാണത്തിനായി കാത്തിരിക്കുന്നത്. 4 നൂറ്റാണ്ടായി ജീവിതം പച്ചപിടിക്കുന്നത് സ്വപ്നം കണ്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ കാത്തിരിപ്പ് എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യവും. അർത്തുങ്കലിൽ നിന്നും ദീപക്കിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.